നമസ്കാരം. അടുത്തിടെ നമ്മൾ കാണുന്ന പല കൊലപാതക വാർത്തകൾക്കും വാഹനാപകടങ്ങൾക്കുമൊക്കെ പിന്നിൽ വിവാഹപൂർവ്വ ബന്ധങ്ങളുടെ കഥകൾ കേൾക്കാറുണ്ട്. നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയെ, സാമൂഹിക വ്യവസ്ഥിതിയെയൊക്കെ തകിടം മറിക്കുന്ന ഇത്തരം ബന്ധങ്ങൾ ഇപ്പോൾ കൂടുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരാളിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് കരുതുന്ന അത്രയും ഉന്നതമായ രീതിയിൽ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും ഇത്തരം ബന്ധങ്ങളിൽ പെടുകയും സമൂഹത്തിന് മുന്നിൽ നാണക്കേട് കൂടെ നിൽക്കേണ്ടി വരികയും ചെയ്യുന്നത് പലപ്പോഴും കാണേണ്ടി വരാറുണ്ട്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് വിവാഹപൂർവ്വ ബന്ധമെന്ന് നമ്മുടെയൊക്കെ സാമൂഹിക വ്യവസ്ഥിതി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം ബന്ധങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകുന്നത്? അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായി പറയട്ടെ, ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കളായി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പങ്കാളി മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ തകർന്നു പോകുന്നത് ആ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള കെട്ടുറപ്പാണ്, ആ കുഞ്ഞുങ്ങളുടെ സന്തോഷവും സമാധാനവുമാണ്. ഏറ്റവും അടിസ്ഥാനമായി ഒരു ബന്ധത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. പരസ്പര വിശ്വാസത്തിൻ്റെ സ്നേഹബന്ധങ്ങളിലാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ ഏറ്റവും ആദ്യമായി തകർത്ത് കളയുന്നത് ആ വിശ്വാസത്തിൻ്റെ നേർത്ത ചരടുകളാണ്. അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആ ഒരു കുടുംബത്തിനെ തന്നെ ഛിന്നഭിന്നമാക്കി കളയും. ആ കുട്ടികളുടെ ഭാവി, അവരുടെ മാനസികപരമായ ആരോഗ്യം, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ വ്യക്തിത്വ രൂപീകരണം, ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തകർത്ത് കളയുന്നു എന്നുള്ളത് എത്ര ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇതോടൊപ്പം തന്നെ ഉള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ നടത്തുന്നത്, ക്രമക്കേടുകൾ നടത്തുന്നതൊക്കെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് പരസ്പരമുള്ള സംസാരവും അവരുടെ സ്നേഹവും തന്നെയാണ്. ആദ്യത്തെ വിവാഹത്തിൻ്റെ അടുത്ത നാളുകളിൽ കാണിക്കുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിനെ കാണിക്കുന്നതിന് പലർക്കും ഒരു വിമുഖതയുണ്ടാവും. കാരണം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുട്ടികളുടെ പഠനം, ബാക്കിയുള്ള സാമ്പത്തിക കാര്യങ്ങളിലൊക്കെയാണ് ചർച്ചകൾ എത്തുന്നത്. പരസ്പരമുള്ള സ്നേഹം അവിടെ ഉണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ അതിനെ തുറന്നു കാണിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ പലപ്പോഴും ആരും ശ്രമിക്കാറില്ല. അവൾ മനസ്സിലാക്കി എടുത്തോട്ടെ എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്നിടത്ത് പരസ്പരമുള്ള തുറന്ന സംസാരങ്ങൾ ഇല്ലാതെ വരുന്നു. അപ്പോൾ എൻ്റെ പങ്കാളിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്നും എന്നെ കേൾക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നും അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് സമയമില്ലെന്നും ഒക്കെ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് മറ്റൊരാളുടെ കടന്നുവരവ് എളുപ്പമാക്കുന്നത്. അങ്ങനെ മറ്റൊരാൾ കടന്നു വരികയും ഇവർക്ക് പരസ്പരം കിട്ടാത്ത സ്നേഹവും സംസാരങ്ങളുമൊക്കെ അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കുടുംബത്തിൽ നിന്ന് മാറി എന്നെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഒരാൾ എന്നതിലേക്ക് ആളുകൾ പോകുന്നത്. ഒരുപക്ഷെ ഇതിൽ നിന്ന് വലിയൊരു വിപത്തുണ്ടായി കഴിയുമ്പോഴായിരിക്കും ഞാൻ ചെയ്ത തെറ്റ് എന്നതിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. ഇനി വരുന്ന ഒരു കാലത്തിലെങ്കിലും നമ്മുടെ സാമൂഹിക മനസ്ഥിതി മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന ഭദ്രതയ്ക്ക് ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭാവി തലമുറയ്ക്കൊക്കെ വേണ്ടി നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട വലിയൊരു കാര്യമാണ്. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പരസ്പരം ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മൂന്നാമതൊരാളെ ഇടപെടുത്താതെ അവർ തമ്മിൽ അത് തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക എന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഏറ്റവും നന്നായി നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കേണ്ടത് അവർക്ക് ഏറ്റവും നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നാളെ നമ്മുടെ മക്കൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ജീവിച്ചു വരേണ്ടത് അവർക്ക് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ധനം എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് വേറൊരാളിലേക്ക് സ്നേഹവും സന്തോഷവും തേടി പോകുന്ന ഒരു പ്രവണത കുറച്ചെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഉള്ളിലുള്ള സ്നേഹം ഒരിക്കലും മറ്റൊരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതിന് പരിധികളുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും കഴിയുന്ന ഒരു കുടുംബം കണ്ടു വളരുന്ന മക്കളിലും അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന് വരെ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.